കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമസഭ ഒരു പ്രമേയം പാസാക്കിയുണ്ടായി. ഭരണപക്ഷമോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ആ പ്രമേയം പാസ്സാക്കിയത്. ഇതിനു മുമ്പും അത്തരത്തിൽ പല പ്രമേയങ്ങളും നമ്മുടെ നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. അത് പൗരത്വ ഭേദഗതി നിയമം ആയാലും അതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയാലും അങ്ങനെ പല ഘട്ടങ്ങളിലും ഇവിടെ ഭരണ പ്രതിപക്ഷങ്ങളിൽ ഒരുമിച്ച് മച്ചാനായിക്കൊണ്ട് ഇവർ ഒരുമിച്ച് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയം പാസ്സാക്കിയോണ്ടത് ഗുണം എന്നത് മറ്റൊരു കാര്യം. എന്തോ ആയിക്കോട്ടെ, ഇപ്പോഴും ഇതാ കേരളത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നാണ്. അതായത് 2025 UGCയുടെ കരട് മാനദണ്ഡങ്ങൾ നടപ്പിലാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യമുണ്ട്. അതായത് മാത്രമല്ല, ഈ കരട് മാനദണ്ഡങ്ങൾ നടപ്പിലാക്കരുത് എന്ന് പ്രമേയം പാസ്സാക്കുന്നതോടൊപ്പം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കും. ഈ മാനദണ്ഡങ്ങൾ കരട് മാനദണ്ഡം നടപ്പിലാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കും എന്നും ഈ തീരുമാനം വന്നിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സഭയിൽ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന്. അങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അനുവാദം നൽകിയിരിക്കുന്നു എന്നതും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടിയാണ് ഇപ്പോൾ കേരളത്തിലെ CPM ഭരിക്കുന്ന ഗവൺമെൻറ് ഇപ്പോൾ സുപ്രീം കോടതി പോകുന്നത് ഈ കരട് UGC മാനദണ്ഡങ്ങൾക്ക് എതിരായിട്ട്. ഇനി ഒരു കാര്യം, ഇതൊരു കരടാണ്. സുപ്രീം കോടതിയെ സമീപിക്കാൻ കേന്ദ്ര കമ്മിറ്റി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റി ഇരിക്കുന്നവർക്ക് അല്പമെങ്കിലും തലയിൽ മൂളയുണ്ടോ എന്നതാണ് സംശയം. കാരണം ഇതൊരു കരടല്ലേ. ഈ കരട് നടപ്പിലാക്കിയിട്ടില്ലല്ലോ. കരട് നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രം സൈറ്റുകളിൽ നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസ സൈറ്റുകളിലും മറ്റുമൊക്കെ ഇടുകയും അതിനെക്കുറിച്ച് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ ആരാഞ്ഞുകൊണ്ട് നമുക്കതിനുള്ള സമയം നൽകിയിട്ടുണ്ട്. ഈ കരട് ഭേദഗതി എന്തൊക്കെ വേണം, അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, സംസ്ഥാനങ്ങളുടെ അഭിപ്രായം എന്താണ്, പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണ്, വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ അഭിപ്രായം എന്താണ്, അക്കാഡമിഷ്യന്മാരുടെ അഭിപ്രായം എന്താണ്, ഇതെല്ലാം ആരായാൻ വേണ്ടിയിട്ട് കരട് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കും. കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ വെച്ചിരിക്കുകയാണ് ഇന്ത്യൻ ജനങ്ങളുടെ മുന്നിൽ. അപ്പോൾ നമ്മളത് ചർച്ച ചെയ്തിട്ട് അത് വേണമോ വേണ്ടതെന്ന് തീരുമാനിക്കുക. പിന്നീടാണ് ഗവൺമെൻറ് ഇത് തീരുമാനിക്കുന്നത്. ഒരു തീരുമാനമെടുത്തിട്ടില്ല, ഇതൊരു നിയമമായിട്ടില്ല, ഇത് വെറും ഒരു കരടായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ കൊണ്ടളവിയിരിക്കുന്നു, കരടിനെതിരായിട്ട് കോടതിയിൽ പോകുമെന്ന്. സത്യം പറഞ്ഞാൽ അല്പമെങ്കിലും കോടതി ബോധമുള്ളവരാണെങ്കിൽ ഈ കേന്ദ്ര കമ്മിറ്റി CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഇങ്ങനെ തീരുമാനമെടുക്കുമോ? ആ കേന്ദ്ര കമ്മിറ്റി അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഈ ഗവൺമെൻറ് ഇത്തരത്തിൽ അതിന് കോടതിയിൽ പോകുമോ? കോടതിയിൽ ചെല്ലുമ്പോൾ തന്നെ സാമാന്യ ബുദ്ധിയുള്ളവർ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സാമാന്യ ബുദ്ധിയുള്ളൂ. എനിക്ക് നിയമപരമായിട്ടുള്ള വലിയ അപഘാത വിവരങ്ങളൊന്നും നമുക്കില്ല. പക്ഷേ ഈ കരട് മാനദണ്ഡങ്ങൾ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ സുപ്രീം കോടതി ചോദിക്കുന്ന ഒരു ഒറ്റ ചോദ്യം, ഇത് കരടല്ലേ എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചിട്ട് ഈ ഫയല് സ്വീകരിക്കുക പോലും ചെയ്യാതെ, ഹർജി സ്വീകരിക്കുക പോലും ചെയ്യാതെ മാറ്റിവെച്ചുകൂടെ എന്നാണ്. ഇതൊരു വെറും കരടല്ലേ. കരട് എതിരെ നിങ്ങൾ എന്തിനാണ് ഇപ്പോഴേ എടുത്തു ചാടി ബഹളം കാണിക്കുന്നത്? വെറും കരടാണല്ലോ. അപ്പോൾ ഇത് അതുപോലും ചിന്തിക്കാതെയാണ് ഈ ഗവൺമെൻറ് ചാടി ഇറങ്ങുന്നത്. മാത്രമല്ല, ഇനി മറ്റൊരു സ്ഥലത്ത് ഞാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതിനു മുമ്പ് ഞാൻ ഈ പ്രമേയത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയാം. പ്രമേയം എന്ന് പറയുന്നത് 2025 കരട് UGC മാനദണ്ഡങ്ങൾ ഉടൻ പിൻവലിക്കണമെന്നും ബന്ധപ്പെട്ടവരുമായെല്ലാം വിശദമായ ചർച്ചകൾ നടത്തി അവരുടെ അഭിപ്രായങ്ങൾ ഗൗരവമായി കണക്കിലെടുത്തുകൊണ്ട് മാത്രം പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് നിയമസഭ ഐകണ്ഠ്യേന ആവശ്യപ്പെട്ടു. അപ്പോൾ പുതിയ മാനദണ്ഡങ്ങൾ വേണം എന്ന് തന്നെയാണ് കേരള നിയമസഭ ഏകണ്ഠമായി പറഞ്ഞിരിക്കുന്നത്. അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് അതിന് ഭേദഗതികളെല്ലാം എന്തൊക്കെയാണെന്ന് കേട്ടിട്ട് ചെയ്താൽ മതി എന്നാണ്. അയ്യോ, അത് തന്നെയാണല്ലോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കരടല്ലേ ഇപ്പോൾ വച്ചിരിക്കുന്നത്.
അപ്പോൾ ആ കരട് വച്ചിരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ആ ഉടനെ തന്നെ ചാടിയിറങ്ങുന്നതെന്നാണ് ഇവിടെ ഒരു സംശയം. 2, ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊള്ളാത്തതും വൈസ് ചാൻസലർ നിയമനത്തിലടക്കം സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുന്നതുമായ കരട് UGC മാനദണ്ഡങ്ങൾ ഫെഡറൽ സംസ്ഥാനത്തിനും ജനാധിപത്യത്തിനും നിരക്കാത്തതാണെന്ന് ചട്ടം 118 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ വിഷയം ഇവിടെ കൃത്യമായി, അതായത് ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ നമുക്ക് വേണ്ടപ്പെട്ടവരെ വൈസ് ചാൻസലറാക്കാൻ പറ്റില്ല ഈ UGC പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഒരു സർവകലാശാല ഒഴിച്ച് ഒരൊറ്റ സർവകലാശാലകളിലും ഒരു സ്ഥിരമായ വൈസ് ചാൻസലർമാരില്ല, താൽക്കാലികമായിട്ട് ചാർജ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുമെന്ന് പറയുമ്പോൾ നമ്മുടെ സർവകലാശാലകളിലൊന്നും തന്നെ ഇപ്പോൾ വൈസ് ചാൻസലർമാരില്ല. ആ വൈസ് ചാൻസലർ നിയമിക്കാൻ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത് കൊണ്ടാണ് കഴിയാതെ പോയത്. അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ ഇടപെടുകയും അത് ചാൻസലർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഇങ്ങനെ പാർട്ടിക്കാരെയും വേണ്ടപ്പെട്ടവരെയും ബന്ധുക്കളെയും യാതൊരു യോഗ്യതയില്ലാത്തവരെയും വൈസ് ചാൻസലർമാരാക്കുന്ന രീതി സമ്മതിക്കാത്തത് കൊണ്ടാണ് അവർക്ക് വൈസ് ചാൻസലർമാർ നിയമിക്കാൻ കഴിയാത്തത്. ഈ പുതിയ മാനദണ്ഡത്തിൽ ഇങ്ങനെ CPMന് തോന്നുന്ന പോലെ തോന്നുംപടി വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ പറ്റില്ല. അതാണ് യഥാർത്ഥ കാരണം. അത് മുഖ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്തു, പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറയുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചട്ടപ്രകാരം നിയമപ്രകാരം യോഗ്യതയുള്ളവർക്ക് മാത്രം കഴിവുള്ളവർ മാത്രം വിദ്യാഭ്യാസമായിട്ട് അക്കാഡമിക്കലായിട്ട് കഴിവുള്ളവർ മാത്രം ഇതിൽ വന്നാൽ മതി, വൈസ് ചാൻസലർമാരായിട്ട് വന്നാൽ മതി എന്നതാണ് മാനദണ്ഡത്തിൽ പ്രധാനമായിട്ടുമുള്ളത്. അതാണ് CPMന് സഹിക്കാത്തതും അതിനെയാണ് പ്രതിപക്ഷമായ കോൺഗ്രസും കൂടി പിന്താങ്ങിക്കൊണ്ട്, കാരണം അവർക്കും അധികാരത്തിൽ വരുമ്പോൾ ഇതുപോലെ തോന്നുംപടി വൈസ് ചാൻസലർമാർ നിയമിക്കണമല്ലോ, അത് ഈ മാനദണ്ഡം അനുവദിക്കില്ലല്ലോ. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടും ഈ പ്രമേയത്തിൽ ഉള്ളിൽ കിടക്കുന്ന സത്യം. അല്ലാതെ ഈ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് തകർക്കുന്നതാണെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞ് അല്ലെങ്കിൽ പാർട്ടി സഖാക്കളെ മുന്നിൽ പറഞ്ഞ് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ബിന്ദു പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ഒരു വലിയ മഹാസമ്മേളനം കേരളം സംഘടിപ്പിക്കും. അതിന് തമിഴ്നാട്ടിലെ DMK ഗവൺമെൻറ് ഇപ്പോൾ തന്നെ തയ്യാറായ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ബാക്കി എല്ലാവരെയും വിളിച്ചുകൂട്ടി വലിയൊരു സമ്മേളനം നടത്തുമെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ നല്ല കാര്യം, കാരണം നിങ്ങളുടെ കരടാണ് മുന്നിൽ വന്നിരിക്കുന്നത്. കരട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ പ്രതിപക്ഷത്തിലുള്ള ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ട സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ വിളിച്ചു കൂട്ടിയിട്ട് ഈ കരട് ചർച്ച ചെയ്യൂ. നല്ലൊരു കാര്യം. നിങ്ങൾ തനിച്ച് മാത്രം ചർച്ച ചെയ്യേണ്ട, തനിച്ച് ചർച്ച ചെയ്യാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം ബാക്കി എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നത്. ആയിക്കോട്ടെ, കേരള ഗവൺമെൻറ് എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി ഈ കരട് ചർച്ച ചെയ്യട്ടെ. അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാനും പ്രമേയം പാസ്സാക്കാനും എന്തൊരു മണ്ടത്തരമാണ് എന്നുള്ളത്. ഇനി ഈ മന്ത്രി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇതുമായിട്ട് ഒന്നും ചേരാത്തതാണ്. അതും കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കാം. അതായത് കരട് ചട്ടങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശപ്രകാരം സംസ്ഥാന ആസൂത്രണ ബോർഡ് മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പ്രഭാത് പട്നായിക്കിൻ്റെ അധ്യക്ഷതയിൽ 3 അംഗ സമിതിക്ക് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ രൂപം നൽകിയിട്ടുണ്ട്. മന്ത്രി പറഞ്ഞതാണ്. ഇനി സമിതി സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ പരിശോധിച്ച് ആവശ്യമായ കൂട്ടിച്ചേർക്കലോടുകൂടി UGCക്ക് അയക്കുകയും ചെയ്യും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതായത് ഇതൊരു കരടാണെന്ന് ഗവൺമെൻറ് തന്നെ സമ്മതിക്കുന്നു, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ഗവൺമെൻറ് സമ്മതിക്കുന്നു, ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് ഗവൺമെൻറ് സമ്മതിക്കുന്നു. പഠിക്കാൻ വേണ്ടി ഒരു ഉന്നത സമിതിയെ പ്രഭാത് പട്നായിക്കിൻ്റെ നേതൃത്വത്തിൽ നിയമിച്ചു കഴിഞ്ഞു എന്നും ഈ സർക്കാർ തന്നെ പറയുന്നു, സർക്കാർ മന്ത്രി തന്നെ പറയുന്നു. എന്നിട്ട് ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോവുക എന്ന് പറഞ്ഞാൽ 2 ഇരട്ടത്താപ്പല്ലേ ഈ ഗവൺമെൻറ് മുഖം നമ്മൾ കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കണ്ടേ. സത്യത്തിൽ ഇത് ആരെ കാണിക്കാനാണ്? മാത്രമല്ല, നമ്മളിത് കണ്ടതാണ് മുമ്പ് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ട് ഘോരം പ്രസംഗിക്കുകയും ഇതുപോലെ പ്രമേയം പാസ്സാക്കുകയും നടപ്പിലാക്കലെന്ന് പറയുകയും ചെയ്തിട്ട് അവസാനം വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വരികയും അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ നയം ദേശീയ 2020 വിദ്യാഭ്യാസ നയത്തിൽ വൻതോതിലുള്ള പ്രവർത്തനം വിഭാവന ചെയ്യുന്നതാണ് അന്ന് കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയം. ഇന്ത്യയെ, അതായത് ഭാരതത്തെ സുസ്ഥിരമായി ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് സുസ്ഥിരവും ഊർജ്ജസ്വലവുമായ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിന് നേരിട്ട്
നേരിട്ട് സംഭാവന നൽകുന്ന ഇന്ത്യൻ ധാർമ്മികതയിൽ വേരൂന്നിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എല്ലാം അതുവഴി ഇന്ത്യയെ ഒരു ആഗോള വിജ്ഞാന സൂപ്പർ പവറായി മാറ്റുക എന്നതായിരുന്നു ഈ ദേശീയ നയത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ ആ ഉദ്ദേശത്തോടുകൂടി കൊണ്ടുവന്ന ഇതിനെ നമ്മൾ പിന്നെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ PM വിദ്യാഭ്യാസ പദ്ധതി അവിടെ നടപ്പിലാക്കുന്നു. അത് കഴിഞ്ഞിട്ട് 4 വർഷത്തെ ഡിഗ്രി ഇപ്പോൾ കേരള ഗവൺമെൻറ് കൊണ്ടുവന്നു. എന്തോ ഭയങ്കരമാണെന്ന് പറയും. ഇത് കേരള ഇന്ത്യൻ 2020 NEP-യിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞ കാര്യമാണ്. അത് ഇപ്പോൾ കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. കേരള സർവകലാശാലകൾ 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് വിദ്യാഭ്യാസ നയത്തെ NEP-യെ നടപ്പിലാക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് നമുക്ക് പറയാം. അങ്ങനെ ഏതിനെതിരായിട്ടാണോ രംഗത്ത് വന്നിട്ടുള്ളത്, പ്രമേയം പാസ്സാക്കുകയും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയുകയും ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് വരും കാലങ്ങളിൽ നടപ്പിലാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെയായിരിക്കും ഈ UGC മാനദണ്ഡങ്ങളും. ഇതും നമ്മൾ ഈ പൊട്ടൻ കല്ലെറിയുന്നത് പോലെ അങ്ങ് എറിയുകയാണ്. കൊള്ളട്ടെ എന്ന തരത്തിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നീക്കം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.